എങ്ങുമെത്താതെ ചെറുവാഞ്ചേരി ബസ് സ്റ്റാൻഡ് എന്ന സ്വപ്നം. കാൽനൂറ്റാണ്ടായി ഇടുങ്ങിയ റോഡ് മാത്രമാണ് ഇവിടെയുള്ളത്. റോഡരികിലാണ് ബസ്സുകൾ നിർത്തിയിടുന്നതും. സ്വന്തമായി ഒരു ബസ് സ്റ്റാൻഡ് എന്ന നാട്ടുകാരുടെ ഏറെ നാളത്തെ ആവശ്യത്തിന് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് അധികൃതർ. നിന്നു തിരിയാൻ ഇടമില്ലാത്ത ഇടുങ്ങിയ റോഡും കടകളും അതിനു നടുവിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡും റോഡിന്റെ ഇരുവശങ്ങളിലുമൊക്കെ നിർത്തിയിട്ട ബസ്സുകളും കൊണ്ട് വീർപ്പുമുട്ടുന്ന അവസ്ഥയിലാണ് ചെറുവാഞ്ചേരി. ബസ്സുകൾക്ക് കയറിയിറങ്ങിപ്പോകാനും ഇടവേളകളിൽ നിർത്തിയിടാനും റോഡ് തന്നെയാണ് ആശ്രയം. 15.21 കിലോമീറ്ററാണ് ചെറുവാഞ്ചേരി ഗ്രാമത്തിന്റെ വിസ്തീർണം. 2000-ന് മുകളിൽ കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. തലശ്ശേരി, കൂത്തുപറമ്പ്, പാനൂർ, കണ്ണവം എന്നിവിടങ്ങളിലേക്ക് നിത്യേന 15ഓളം ബസ്സുകൾ പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. ബസ് സ്റ്റാൻഡിനായുള്ള സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിലവിലെ പ്രധാന പ്രശ്നം. എത്രയും പെട്ടെന്ന് അധികൃതർ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരനായ പവിത്രൻ പറയുന്നത്. ചെറുവാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലാത്തത് ഒരു വലിയ പ്രയാസമായി മാറിയിരിക്കുക. നമ്മളിവിടെ കാണുമ്പോൾ ചെറുവാഞ്ചേരി എല്ലാ പ്രദേശങ്ങളിൽ നിന്നും, പാനൂര്, കൂത്തുപറമ്പ്, കണ്ണവം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വാഹനങ്ങൾ, ബസ്സുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെയുള്ള യാത്രക്കാർക്കും ഇവിടെയുള്ള മറ്റു ഓട്ടോറിക്ഷ പോലുള്ള വാഹനങ്ങൾക്കും ഇവിടെയുള്ള ജനങ്ങൾക്കും കച്ചവടക്കാർക്കും ഒക്കെ വളരെ പ്രയാസമാണ്. വ്യാപാരികളുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ടി ദാമോദരൻ പറഞ്ഞു. ഇത്രയും വലിയ സാധ്യതയുള്ള ചെറുവാഞ്ചേരിയിൽ ഒരു ബസ് സ്റ്റാൻഡ് വളരെ അത്യാവശ്യമാണ്. അതിനുവേണ്ടി പഞ്ചായത്ത് ഒരു ഗവൺമെന്റും പഞ്ചായത്ത് ഒരു പലതവണ പറഞ്ഞ് ഒരു അവഗണിച്ച നിലയിലാണുള്ളത്. അത് ഇനിയെങ്കിലും ഇതിൽ ജനശ്രദ്ധ കൊണ്ടുവന്ന് ബസ് സ്റ്റാൻഡ് ഉടനെ തന്നെ ഉണ്ടാക്കി തരണമെന്നാണ് വ്യാപാരി വ്യവസായിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ചെറുവാഞ്ചേരി ടൗണിലെ ഓട്ടോക്കാർക്കും പറയാനുള്ളത് പ്രശ്നങ്ങൾ തന്നെയാണ്. ടോയ്ലറ്റ് സൗകര്യം പോലും ടൗണിലില്ല എന്നാണ് ഇവർ പറയുന്നത്. ചെറുവാഞ്ചേരി ബസ് സ്റ്റാൻഡ് എന്നൊരു ആഗ്രഹം കാലങ്ങളായിട്ട് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളതാണ്. ചെറുവാഞ്ചേരി ബസ് സ്റ്റാൻഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ സൗകര്യങ്ങൾ, ബാത്റൂമിൻ്റെ സൗകര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, പിന്നെ ഓട്ടോ സ്റ്റാൻഡ് ഇല്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഭയങ്കര ഈ ട്രാഫിക് ബ്ലോക്ക്, ഈ റോഡിൽ വണ്ടി വെക്കുന്ന ട്രാഫിക് ബ്ലോക്ക്, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. കൊട്ടിയൂർ അമ്പലത്തിൽ ഉത്സവം വരാനിരിക്കെ ചെറുവാഞ്ചേരി ടൗണിൽ തിരക്ക് കൂടും. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി, കുറ്റ്യാടി, പേരാമ്പ്ര, നാദാപുരം, വടകര ഭാഗത്തുള്ളവർക്ക് കൊട്ടിയൂരിലേക്ക് യാത്ര ചെയ്യാനുള്ള എളുപ്പ വഴിയാണിത്. വലിയ വെളിച്ചം വ്യവസായ കേന്ദ്രം വഴി പോകുന്ന KSRTC ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ ഇതുവഴിയാണ് സർവീസ് നടത്തുന്നത്. ചെറുവാഞ്ചേരി ബസ് സ്റ്റാൻഡിന് വേണ്ടിയുള്ള നാട്ടുകാരുടെ കാത്തിരിപ്പിനും മുറവിളിക്കും പരിഹാരമായിട്ടില്ല. ഇടുങ്ങിയ റോഡ് തന്നെയാണ് ഇവിടെ ഓട്ടോ സ്റ്റാൻഡും ബസ് സ്റ്റാൻഡും. എത്രയും വേഗം ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ക്യാമറാമാൻ റിജേഷ് കെ റിജുവിനോടൊപ്പം നീതു ഷമൽ, ന്യൂസ് 8 കൂത്തുപറമ്പ്. നമസ്കാരം. AG ഗോൾഡ് വിഷു അക്ഷയ തൃതീയ സ്പെഷ്യൽ ഓഫറുകൾ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഈ ശുഭദിനങ്ങളിൽ നിങ്ങളുടെ സ്വർണ്ണ പർച്ചേസ് കൂടുതൽ ലാഭകരമാക്കൂ. പ്രത്യേക ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഓരോ 1 പവൻ സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും ഗോൾഡ് കോയിൻ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 40% വരെ ഡിസ്കൗണ്ട്. ഓരോ 50,000 രൂപ ഡയമണ്ട് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. 5 പവനിൽ കൂടുതൽ കൽക്കത്ത, ആന്റിക്, ചെട്ടിനാട് നഗാസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ പ്രത്യേക ഡിസ്കൗണ്ട്. പഴയ സ്വർണം മാറ്റി വാങ്ങുമ്പോഴും ഈ പ്രത്യേക ഡിസ്കൗണ്ട് ലഭ്യമാണ്. അക്ഷയ തൃതീയയ്ക്ക് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു. ഈ ശുഭദിനങ്ങളിൽ നിങ്ങളുടെ ഓരോ പർച്ചേസും AG ഗോൾഡിൽ നിന്നാവട്ടെ.